ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലെഫ്റ്റ് ഹാൻഡേഴ്സ്, അതായത് ഇടത് കൈ കൊണ്ട് എല്ലാം എഴുതുന്നവരും ചെയ്യുന്നവരൊക്കെ അല്ലെ. അപ്പൊ ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന വിശ്വസ്തരെയും അതുപോലെ ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇടത് കൈയുടെ കൊണ്ട് എഴുതുന്നവരും അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡേഴ്സ്. ഓക്കെ, അപ്പോ വെൽക്കം ടു. നമ്മുടെ ലോകത്ത് ഒരു 10-15% ആൾക്കാരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുന്നതെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന് ലെഫ്റ്റ് ബ്രെയിനും ഉണ്ട്, റൈറ്റ് ബ്രെയിനും ഉണ്ട് അല്ലെ. അപ്പൊ ഈ റൈറ്റ് ബ്രെയിൻ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ലെഫ്റ്റ് സൈഡ് കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് റൈറ്റ് ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള വ്യക്തികളിലാണ് ലെഫ്റ്റ് ഹാൻഡ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലെഫ്റ്റ് ബ്രെയിന് നമ്മുടെ റൈറ്റ് സൈഡിനെയും റൈറ്റ് ബ്രെയിൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിനെയാണ് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ബ്രെയിൻ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. സയന്റിഫിക്കലി ഒരു പരിധി വരെ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പ്രശസ്തരിലാണ് ഏറ്റവും കൂടുതൽ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ അവർ കഴിവ് തെളിയിക്കുകയും ഉയരത്തിലെത്താൻ സാധ്യതയുള്ളവരായിരിക്കുമെന്നാണ് പറയുന്നത്. രാഷ്ട്രീയപരമായിട്ടായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, സയൻസിലായിക്കോട്ടെ, എന്തെങ്കിലും ടെക്നിക്കൽ കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ ഒത്തിരി ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാന്ധിജി ലെഫ്റ്റ് ഹാൻഡർ ആണ്, അതുപോലെ തന്നെ ജോർജ് ബുഷ്, അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ, നമ്മുടെ മോദിജി, അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഇത്തരത്തിലുള്ള ഒത്തിരി 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 പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് നല്ലോണം മൾട്ടി ടാസ്കിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരേ സമയം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് നല്ലോണം മൾട്ടി ടാസ്കിങ് ആയിരിക്കും എന്നല്ല പറയുന്നത്. അവർക്ക് നല്ലോണം ഒരു സമയം തന്നെ പല പല കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും ചെയ്യാനുള്ള ഒരു സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കും. വേറൊരു കാര്യത്താവശ്യം നല്ലോണം കലാവാസന ഉണ്ടായിരിക്കും അവർക്ക്. അല്ലെങ്കിൽ കലയിൽ അവർ പ്രാക്ടിക്കൽ തെളിയിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്കിൽ അവർക്ക് ജന്മന ഉണ്ടായിട്ടുള്ളവരായിരിക്കും ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ലെഫ്റ്റ് ഹാൻഡർ ആണ്. മേ ബി ആൾക്കൊക്കെ ജന്മന ഉള്ള സ്കില്ലായിരിക്കും ക്രിക്കറ്റ് ഒക്കെ കളിക്കാന്നുള്ളത് അല്ലെ. മേ ബി അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഇവര് നല്ലോണം പ്രശസ്തരായിരിക്കും എന്നാണ് സൈക്കോളജിക്കലി പറയുന്ന കാര്യം. പക്ഷെ കുറെ പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരക്കാർക്ക് അലർജി രോഗം നന്നായിട്ടുണ്ടായിരിക്കും, അതുപോലെ നന്നായിട്ട് ഓർമ്മക്കുറവുണ്ടായിരിക്കും, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അത്യാവശ്യം ഉണ്ടായിരിക്കും, ദേഷ്യക്കൂടുതൽ നന്നായിട്ടുണ്ടായിരിക്കും. പക്ഷെ കേൾക്കാനുള്ള സ്കില്ല് അല്ലെങ്കിൽ കേൾവി കൂടുതൽ നല്ലോണം ലെഫ്റ്റ് ഹാൻഡേഴ്സിനുണ്ടെന്ന് പറയുന്നത് പോസിറ്റീവാണ്. പക്ഷെ നേരെ വശം നോക്കുമ്പോൾ കൂടുതലും ഇവർക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ആയുസിന് പോലുള്ള പ്രശ്നങ്ങള് പിന്നെയുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി, അലർജി പ്രശ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. മേ ബി ഇതിനുള്ള ഒരു ചാൻസ് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സ് രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന് ഇമ്മേഴ്സീവ് ബർത്തിലൂടെ, അതായത് ഇപ്പൊ മന്ത് തികയാണ്ട് ഡെലിവറി നടക്കില്ല, അതിലൂടെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലും ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ ഇമ്മേഴ്സീവ് ബർത്തിലൂടെയൊക്കെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അതൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. അതിനുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇടത് സൈഡ് നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ലെഫ്റ്റ് ഹാൻഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡില് ഒന്നും തന്നെ ഡിസൈൻ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാണെങ്കിൽ. വളരെ റയറായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ പെണ്ണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൈറ്റ് ഹാൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിലാണ് ഈ പെണ്ണില് റൈറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. എല്ലാ പെണ്ണിനും എന്തെങ്കിലുമൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും, പേനയുടെ പേരോ എന്തെങ്കിലും മോഡലോ എന്തെങ്കിലും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് റൈറ്റ് ഹാൻഡേഴ്സിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കാരണം
ഈ പെണ്ണ് നമ്മൾ ഈ റൈറ്റ് മുകളിലേക്ക് എഴുതി വെച്ചിട്ട് നമ്മൾ ഈ പെണ്ണിനെ കൊണ്ട് എഴുതാൻ നോക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ കഴിയും അല്ലെ. റൈറ്റ് ഹാൻഡിൽ ഈ സാധനം നമ്മൾ എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും ഈ കൈ പക്ഷേ. നേരെ പക്ഷേ നമ്മളിത് റൈറ്റ് ഹാൻഡിൽസിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇത് ഏത് മോഡലാണ്, ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് കറക്റ്റ് വായിക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. പെണ്ണ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നിന്നും ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. നമ്മളിങ്ങനെ നോക്കിയാൽ ഇത് വായിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് റൈറ്റ് ഹാൻഡിൽസ് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കത്രിക ഡിസൈൻ ചെയ്തിട്ടുള്ള റൈറ്റ് ഹാൻഡിൽസ് ആണ് മോസ്റ്റ്ലി. വളരെ റയർ ആയിട്ട് കത്രിക ലെഫ്റ്റ് ഹാൻഡിൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കത്രിക നമുക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അത് കയ്യിൽ കൊള്ളാൻ പറ്റുന്നത്, പൊള്ളിക്കാൻ പറ്റുന്നത് ഈ റൈറ്റ് ഹാൻഡിലാണ്. അല്ലാണ്ട് ഇടത് കൈ കൊണ്ട് കത്രിക പിടിക്കാന്ന് പറയുന്നത് നമുക്ക് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ ക്യാമറ എടുത്ത് നോക്കിയാലാണ് ക്യാമറ എപ്പോഴും അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സൈഡിലാണ് അല്ലെ. റൈറ്റ് ഹാൻഡിൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് പറയുന്നത് നമ്മുടെ വേൾഡില് ലെഫ്റ്റ് ഹാൻഡേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. സിപ്പ് ആണെങ്കിൽ കൂടി നമ്മുടെ പാന്റിന്റെ സിപ്പ് എടുത്ത് വെച്ചാൽ കൂടി നമുക്കറിയാം ആ സിപ്പ് വരുന്നത് നമുക്ക് റൈറ്റ് ഹാൻഡിൽ കൊണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സിപ്പ് ഇടാൻ പറ്റില്ല. റൈറ്റ് ഹാൻഡേഴ്സിന് വരികയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. പക്ഷെ ഒന്നും അറിയില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വരുന്നത് റൈറ്റ് ഹാൻഡേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ പെന്നെ മാത്രം നമുക്കൊരു എക്സാമ്പിൾ മതി കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് കൂടെ നമുക്ക് കൂടുതൽ അവർക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുറെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതൊരു അത്ഭുതകരമായിട്ടുള്ള വിഷയമായിട്ട് തോന്നി ചെയ്ത് നോക്കിയാണ്. അപ്പോ എന്തായാലും ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ എന്ത് ചെയ്യണം തോന്നി ചെയ്തേ ഉള്ളൂ. ഒരു എന്താ പറയാ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ പ്രത്യേകതകളും അവർക്കുള്ള ഒരു വിഷയങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അല്ലെ. നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ലെഫ്റ്റ് ഹാൻഡർ ആണ്. അതുപോലെ തന്നെ ജോർജ് ബുഷ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വിശ്വസ്തരായ പലരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്നുള്ളത്. എനിവേ ഓഗസ്റ്റ് 13 കേട്ടോ ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ അറിയുന്ന ആരെങ്കിലും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ.